ഹാപ്പി റീ റിലീസിന് കേട്ടോ നമ്മൾ വെട്ടിങ് കിടക്കെടുത്ത് ഇറങ്ങി ഗൈസ്. വളരെ കൃത്യസമയത്ത് ഇറങ്ങിയോണ്ട് തന്നെ നമുക്ക് തീരെ ഓടേണ്ടി വന്നില്ല. കാര്യം നമ്മൾ നേരം വൈകിട്ടാണ് ഇറങ്ങിയതെങ്കിലും നമ്മൾ സിനിമ തുടങ്ങുന്നതിന് മുന്നേ തന്നെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ എത്രമാത്രം എക്സൈറ്റഡ് ആണ്. പണ്ട് കാലത്ത് നമ്മളെ കോരിത്തരിപ്പിച്ച ഈ ഫിലിംസ് ഒക്കെ ഇപ്പൊ കാണുമ്പോൾ ആ വൈബ് കിട്ടുമോ അതോ ക്രിഞ്ചാവോ എന്നൊരു ചിന്തയായിരുന്നു നമുക്ക് എല്ലാവർക്കും. നമ്മളായിരുന്നു അവിടെ ആദ്യത്തേത്. നമ്മൾ വന്നപ്പോൾ ഒരു മനുഷ്യനില്ല അവിടെ. അപ്പം നമ്മൾ കരുതി ഇനി ആൾക്കാരൊന്നും ഇല്ല എന്ന് കരുതി. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് എവിടെ നിന്നാണെന്നറിയത്തില്ല, ഒരു തിരമാല പോലെ ആൾക്കാർ അങ്ങ് നിറഞ്ഞ്. സിനിമ തുടങ്ങാൻ സമയം എടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ കുണുകുണു പറഞ്ഞിരുന്നു. ആദ്യത്തെ കുണുകുണു ഇതായിരുന്നു, എന്തുകൊണ്ട് ഇത്ര സീറ്റ് ഉണ്ടായിട്ട് നമ്മൾ ഫ്രണ്ടിൽ തന്നെ വന്നിരുന്നു, അല്ലു അർജുനെ നേരിട്ട് അടുത്ത് കാണാനായിട്ടെന്നായിരുന്നു നമ്മളുടെ ഓരോ വാദങ്ങളും തമാശകളും. ഇനിയും പോയ സിനിമ തിയേറ്റർ കുടുംബശ്രീ ഹാളാവൊന്നും മനസ്സിലാക്കിയോണ്ടായിരിക്കണം അവർ വേഗം ഫിലിം. പിന്നെണ്ടാ ഞങ്ങൾ നോക്കിയപ്പോണ്ട വിസ്മയുടെ അപ്പുറത്തെ ചെറുക്കന്മാര്. ശരിക്കും വിസ്മയ ഹാപ്പി ആയി. പിന്നെ നമ്മുടെ നടൻ വന്നു, നടി വന്നു. ചേക്കന്റെ മാസ പെർഫോമൻസ് ഒക്കെ നടക്കുമ്പോൾ ഒരുത്തി ഫോണിൽ കളിച്ചിരിക്കുന്നു ഗൈസ്. ചോദിച്ചപ്പോ അവള് പറയുവോ വൈബില്ല. അത് കഴിഞ്ഞ് പിന്നെ പാട്ട് വന്നതും എല്ലാരും ഓണായി. നമ്മളൊക്കെ ഇറങ്ങി അങ്ങ് ഡാൻസ് കളിക്കുമായിരുന്നു. അങ്ങനെ സിനിമയുടെ അവസാന ഘട്ടത്തിലോട്ട് കടക്കുകയായിരുന്നു. ഒരു പുതിയ ഫിലിമാണ്. നമ്മൾ ഈ സെയിം സിറ്റുവേഷനിൽ ഫ്രണ്ട്സായിട്ട് പോയി കാണുന്നത് നമുക്ക് ഇത്ര എൻജോയ് ചെയ്ത് വരില്ല. കാരണം അതിൽ ഓരോ പാട്ടും നമുക്കറിയാം, ഓരോ സീനും നമുക്കറിയാം. ഓരോ പാട്ടൊക്കെ വരുമ്പോൾ നമ്മൾ ആ വരി പാടുന്നു, ഡാൻസ് ചെയ്യുന്നു. എന്തൊക്കെ പറഞ്ഞാൽ ഈ റിലീസ് വരുന്ന ഒരു വൈബില്ലേ, അത് വേറെ തന്നെയാണ്. അപ്പം അടുത്ത വിശേഷം കാണുന്നവരേക്കും ബൈ ബൈ.